സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടവരാകുന്നു. നമുക്ക് സർവേർത്തെ ദൈവത്തെ പ്രവർത്തിക്കാം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. വിശുദ്ധരിൽ സംപ്രീതനായ അടിമത്തത്തിൽ മോചിപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചു. എന്നാൽ ഈജിപ്തുകാർ അതിനെ വഴങ്ങി അവരെ ശിക്ഷിക്കുകയും അവരുടെ അടിമത്തന്മാരെ സംഹരിക്കുകയും ചെയ്തു. ആ സംഹാരത്തിൽ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾക്ക് യാതൊരു ദിവസവും ഞങ്ങളോട് കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഓരോരുത്തരും തന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞപ്പുത്രന്മാരെ എല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കൈവസ് എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരും പ്രധാനിയും ധനാഢ്യനുമായിരുന്നു. ഈശോനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടുത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കൈവസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി കാത്തിരുന്നു. എന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കൈവസേ, വേഗം ഇറങ്ങി വരിക, ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ്. അവർ തരളി ചെയ്തു. സക്കൈവസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടു നിന്നിരുന്നവർ ഇയാളൊരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നുവല്ലോ എന്ന് പുച്ഛഭാവത്തിൽ സംസാരിച്ചു. സക്കൈവസ് അതൊന്നും ഗൗനിക്കാതെ അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. സന്തോഷം എന്ന് വെച്ചാൽ അവസാനം വളരെ മനോഹരമായ വീട് പണിയുവാനായിട്ട് ദൈവം അനുഗ്രഹം നൽകി. അതിന് പണി പൂർത്തിയായി നമ്മൾ തമ്പുരാന് ഈ ഭവനം സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം സമയത്ത് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുക, അതിന് സന്തോഷത്തോടെ കയറുവാൻ സാധിക്കുക എന്നുള്ളത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വൃഥാവിലാണ്. കർത്താവ് ആ ഭവനം പണിയുന്നത്. നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കിയാലും കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, നമ്മുടെ കൂടെ നിന്ന് ഭവനം പണിയുന്നില്ലെങ്കിൽ ഭവനം പൂർത്തിയാക്കുവാനായിട്ടും സാധിക്കുകയില്ല. ഇന്ന് ഈ ഭവനത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ കൂടെയുള്ളത് കൊണ്ടാണ് അവസാനം ഭംഗിയായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഏറ്റവും ചെറിയ പണിക്കാരൻ തൊട്ട് മുതിർന്ന വരെയും സൂപ്പർവൈസർ എല്ലാം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊപ്പം ഇവിടെ ഇതിന്റെ ഈ വെഞ്ചിരിയില് താമരശ്ശേരി രൂപത വടകരയില് 32 വർഷമായിട്ട് ഇവര് കുടുംബം അവിടെ ഉണ്ട്. ആദ്യമേ എത്തിപ്പള്ളി ആയിരുന്നു, പിന്നീട് നമ്മൾ സീറോ മലബാർ പള്ളി. അപ്പോൾ ഈ വർഷങ്ങളിലെല്ലാം സാറ് പള്ളി തുടക്കം മുതലേ ചികിത്സ പാരിഷ് സെക്രട്ടറി ആയിട്ട് എല്ലാ റോഡുകളിലും അക്കൗണ്ട് നമ്മൾ റിട്ടയർ ആയെങ്കിലും ആ സ്വരത്തിനൊന്നും യാതൊരു മാറ്റവും. എല്ലാവരുടെയും വലിയ സങ്കടം, നമുക്കിനി പാട്ട് കേൾക്കാം, പള്ളിയിൽ കുർബാനയ്ക്ക് ഒരു പാട്ട് നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതായിരുന്നു.
ഇതെല്ലാം വളരെ സജീവമായിരുന്നു കാറ്റഗറിസത്തിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഞങ്ങൾക്ക് എല്ലാം ജീവനാടിയായിരുന്നു. അപ്പോൾ ഇത് വളരെ നിങ്ങളുടെ സന്തോഷത്തിന് വളരെ സന്തോഷം ഓർക്കുകയാണ്. ഇവർക്ക് ഈ ഇടവകയുടെ ഭാഗമായിട്ട് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും വളരെ സന്തോഷത്തോടു കൂടി ഈ ഭവനത്തിലായിരിക്കുവാൻ, ഈ ഭവനത്തിൽ എന്നും തമ്പുരാന്റെ പ്രാർത്ഥനകൾ സ്വരങ്ങൾ ഉയരുവാൻ, തമ്പുരാനോട് ചേർന്ന് ഇനി എന്നും ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ, ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എല്ലാം ദൈവം ഈ ഭവനത്തിൽ താമസിക്കുന്ന ഇവരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കുവാൻ നിങ്ങളെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ അയക്കാൻ സാധിക്കട്ടെ. ഒരു വീട് ഭവനമായി തീരുന്ന ഇപ്പോഴാണ്. തമ്പുരാന് പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുമ്പോൾ തമ്പുരാന്റെ ഭവനമായിട്ട് ഇന്നും അയക്കുവാൻ ഇവിടെ സന്തോഷത്തോടെ ഇന്നും അയക്കുന്നതിന് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ രാജ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഇവർ അഭിനന്ദിക്കുകയാണ്. എല്ലാ ആശംസകളും ചെയ്യുകയാണ്. പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം അങ്ങനെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും എന്നേക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. കർത്താവിനോട് നന്ദി പറയുവിൻ. മനുഷ്യരെക്കാൾ ദൈവത്തെ ആശ്രയിക്കുന്ന എത്രയോ ഈ കർത്താവിന്റെ നാമം കേട്ടിയെല്ലാം കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു.
കയ്യിലെടുത്ത് നോക്കി തവിങ്ങോട്ട് പോരി വെച്ച് പറയാം. ഇത് കറക്റ്റാണ്. അതേപോലെ സീനാസങ്ങൾ അമലാവലിക്ക് അറിയോ? കോഴിക്കോട് തന്നെ. ആ ചേട്ടൻ
ഇവിടെ ഉണ്ടായിരുന്നില്ല. രാത്രി വരുമായിരുന്നു, പക്ഷെ നേരെ പാലം മറ്റൂരിന്ന് തിരിഞ്ഞു ഓർനാട് പാലം കയറി നേരെ മഞ്ഞപ്പുറയിൽ മലയാറ്റൂർ കയറിയിട്ട് ഇവിടെ കീഴത്ത് ഇറങ്ങി വീട്ടിൽ കയറി കിടക്കുക. 1.5 മണിക്കൂർ ഞാനിവിടെ കിടക്കല്ലേ. ഇന്ന് ഇതൊക്കെ കൂടെ അത്യാവശ്യം തീർന്നു. അല്ലല്ല റിമോട്ടല്ല ഓഫാക്കി ഉണ്ടാക്കി നോക്കി